ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്തൃദാസന്മാരെ, വീണ്ടും ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കയാൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചും ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾ കേട്ടും വീണ്ടും നമുക്ക് ക്രിസ്തുവിൽ ധന്യരാകാൻ ദൈവം തരുന്ന ഓരോ ദിവസങ്ങൾക്കും 1000 നന്ദി ദൈവത്തോട് അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നാം ഇന്ന് ദൈവസന്നിധിയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിലേക്ക് കടക്കുക. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഈ നൽസുദിനത്തെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അലങ്കരിപ്പാൻ ദൈവം നമുക്ക് കരുണ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് അതിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 13-ാമത്തെ വാക്യം. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലാസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരയും മുളയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരയും മുളയ്ക്കും. യെശയ്യാ പ്രവചനത്തിൻ്റെ പൊതുവായ സ്വഭാവം നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രവാചക ഭാഷയിൽ കാലാന്തരങ്ങളിൽ ഒരു കാലഘട്ടത്തിലോ പ്രവാചകൻ്റെ സമകാലികമായിരിക്കുന്ന കാലത്തോ മാത്രമല്ല, വരാനിരിക്കുന്ന കാലത്ത് യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ക്രിസ്തുവേശുവിൻ്റെ മടങ്ങി വരവിന് അനന്തരവും അതിനോട് ബന്ധപ്പെട്ടൊക്കെ സംഭവിപ്പാൻ പോകുന്ന ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനമടങ്ങിയ പ്രവാചക ഗ്രന്ഥമാണല്ലോ യെശയ്യാ പ്രവചനം. വിവിധ യുഗങ്ങൾ അഥവാ വിവിധ കാലങ്ങൾ, ആ കാലങ്ങളെയൊക്കെ ഈ പ്രവാചകൻ സ്പർശിച്ചിട്ടുണ്ട്. ചിന്തയില്ലാതെ ജീവിക്കുന്ന ആളുകൾ, ആ ഒരു കുറ്റമാണ് ഈ പാരഗ്രാഫിനകത്ത് ആളുകളെ വിളിച്ചിട്ട് പറയുന്നത്. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ചിന്തയില്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തെക്കുറിച്ചും കാലഘട്ടത്തെക്കുറിച്ചും കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ആര് ആണ് നമ്മളെന്നും നമുക്ക് വേണ്ടി ദൈവം മുടക്കിയ വില എന്താണെന്നും ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ ജീവിക്കുക. ചിന്താഭാരം വേദപുസ്തകം വിലക്കുന്നുണ്ട്. ചിന്താകുലരാകരുത് എന്ന് നമ്മളോട് കൽപ്പനയുമുണ്ട്. എന്നാൽ ചിന്തയില്ലാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വരാഹിത്യമാണ്. വീട് വിട്ട് ജോലിക്ക് പോയൊരു മനുഷ്യൻ വീടിനെക്കുറിച്ച് ചിന്തയില്ലാതായാൽ, ഭാര്യയും മക്കളുമുള്ളൊരു ഭർത്താവ് അവരെക്കുറിച്ച് ചിന്തയില്ലാതായാൽ, വാർദ്ധക്യത്തിലിരിക്കുന്ന ജനിപ്പിച്ചു വളർത്തിയ അപ്പനും അമ്മയും ഒരു വീട്ടിലുണ്ട്, അവരെക്കുറിച്ച് 6 മാസമായിട്ട് ചിന്തിക്കുന്നേയില്ലെങ്കിൽ അത് മനുഷ്യത്വമാണോ? വീണ്ടെടുത്ത ദൈവത്തെക്കുറിച്ച്, വിടിവിച്ച് നടത്തുന്ന കർത്താവിനെക്കുറിച്ച്, പുത്രനെ നമുക്ക് തന്ന് പാപക്കടലിൽ നിന്ന് വിടിവിച്ച മഹാദൈവത്തെക്കുറിച്ച്, പാപച്ചേറ്റിൽ നിന്ന് കരയേറ്റി പാറമേൽ നിർത്തിയ കർത്താവിനെക്കുറിച്ച്, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, രക്ഷയിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി ഒരു പ്രതിഫലവും ഇച്ഛ കൂടാതെ കർത്താവിനെ സ്നേഹിച്ച് നമ്മുടെ അടുക്കൽ വന്ന സുവിശേഷകരെക്കുറിച്ച്, നമ്മെ വളർത്തിയ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നാമായി തീരാൻ വേണ്ടി നമ്മുടെ കഷ്ടകാലത്ത് കൂടെ ഇരുന്ന നമ്മുടെ പ്രാദേശിക സഭ, കൂട്ടായ്മക്കാർ, അഭിഷേകമുള്ള കർത്തൃദാസന്മാർ, ഇവരെയൊക്കെ കാര്യസാധ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് കരിയാപ്പില പോലെ കളയുകയും പിന്നെ ചിന്തയില്ലാതിരിക്കുകയും ചെയ്യുന്നത് ആത്മീകർക്ക് ചേർന്നതാണോ? അപ്പം ചിന്ത ഉള്ളവരാകുക. എന്തിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം, എന്തിനെക്കുറിച്ചൊക്കെ ചിന്തിക്കരുത് എന്നതൊക്കെ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് അഥവാ അനുദിന ജീവിത വിജയത്തിന് ഇതുപോലത്തെ സുന്ദര സന്ദേശങ്ങൾ തരുന്നൊരു ഗ്രന്ഥം ഉലകത്തിൽ വേറെയില്ല. സൂക്ഷിച്ചു വായിച്ചാൽ, സൂക്ഷ്മ പരിശോധന നടത്തിയാൽ, ഓരോ ഭാഗവും ഒരു അന്വേഷകൻ്റെ മനസ്സോടെ വായിക്കാൻ തുടങ്ങിയാൽ നാം നമ്മിൽ തന്നെ ധന്യരായിത്തീരും. അത്രയ്ക്ക് നമ്മെ പണിതെടുക്കാൻ, ചിന്തകൾ പ്രായോഗികമാക്കാനുള്ള മനസ്സോടുകൂടെയാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ, ഒരു കഥപുസ്തകം വായിക്കുന്നത് പോലെയോ മതഗ്രന്ഥം വായിക്കുന്നത് പോലെയോ വായനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനല്ല വിശുദ്ധ ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെയോ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ എന്നും, ഗ്രഹിക്കുന്നവൻ അനുസരിക്കട്ടെ എന്നും, അനുസരിക്കുന്നവൻ അതിൻ പ്രകാരം ജീവിച്ച് തെളിയിക്കട്ടെ എന്നെല്ലാം വിശുദ്ധ ബൈബിളിന് അതിൻ്റെ പുറകിലെ എഴുത്തുകാർക്കപ്പുറം ഇതിന് നിയോഗിച്ച ദൈവത്തിന് അതിയായ താല്പര്യമുണ്ട്. അപ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ വായിച്ചൊതുക്കി മാറ്റി വയ്ക്കാനുള്ളതല്ല.
വായിച്ചിട്ട് അതിൻ പ്രകാരം ജീവിച്ചനുസരിച്ച് ഈ മണ്ണിൽ തെളിയിക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരാമുഖത്തിൽ ഞാൻ അത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ചിന്തയില്ലാതെ ജീവിക്കരുത്. നാം എങ്ങനെ ഇത്രയുമായി? നാം എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നു? മരണമല്ലാതെ മറ്റൊന്നും മുമ്പിലില്ലാത്ത കാലത്ത് നമ്മെ രക്ഷിപ്പാൻ വന്നത് ആരാണ്? ദൈവം ആരെന്നറിയാതെ ഈ ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ, വിശേഷിയ ഭാരത പശ്ചാത്തലത്തിൽ, പഴയ പാരമ്പര്യങ്ങളുടെ കെടുതിയിൽ ദൈവമല്ലാത്ത പലതിനെയും, ദൈവം വിലക്കിയ പലതിനെയും അറിവില്ലായ്മ കൊണ്ട് സേവിച്ചു പോന്നപ്പോൾ നമ്മെ കരുതി കാത്ത് ദൈവത്തിൻ്റെ ദാസന്മാരെ അടുക്കലയച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷ സമാധാനം തന്ന ദൈവത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കരുത്. ചിന്തിക്കണം. നടത്തിയ വഴികളും വന്ന വഴികളും എല്ലാം ചിന്തിക്കണം. ചിന്തയില്ല എന്നൊരു കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ പാരഗ്രാഫ് ആരംഭിക്കുന്നത്. അതിനോടനുബന്ധപ്പെട്ട് താഴേക്ക് വരുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. വീട്ടിൽ മുളയ്ക്കുന്ന മുള്ള് പറക്കാരെയും. വീട്ടിൽ മുളയ്ക്കുന്ന മുള്ള്. ഓർത്തു നോക്കിയ ശാന്തമായിട്ട്. മുള്ളിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് മുള്ളവിടെ ഉണ്ടായിരുന്നു എന്നല്ല, മുള്ളാരാണ് കൊണ്ടിട്ടു എന്നല്ല, മുളച്ചു വരുന്നു എന്ന. മുളച്ചു വരുന്നു. അതൊരു പ്രപഞ്ച രഹസ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രപഞ്ച സത്യമാണ്, അല്ലേ? മുള്ളും പറക്കാരെയും ഉണ്ടായത് മനുഷ്യൻ്റെ പാപം നിമിത്തമുണ്ടായ ശാപത്തിലാണ്. അതൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്കറിയാലോ. പക്ഷെ ചുമ്മാ ആരെങ്കിലും കൊണ്ടിടുകയല്ല. ദൈവം തമ്പുരാൻ രാത്രി നാം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറേ മുള്ള് എറിഞ്ഞിടുകയല്ല ഗേറ്റിൽ നിന്നുകൊണ്ട്. പിന്നെയോ പതുക്കെ പതുക്കെ മുളച്ചു വരികയാണ്. അങ്ങനെയല്ലേ ആ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒറ്റ ദിവസം കൊണ്ട് മുള്ളുണ്ടാകുകയല്ല, മുളച്ചു വരിക എന്ന പ്രയോഗം തന്നെ ചിന്തനീയമാണ്. ഓരോരോ വിഷയങ്ങളിലൂടെ, ഓരോരോ ചെയ്തികളിലൂടെ പതുക്കെ മുള്ളു മുളയ്ക്കാൻ തുടങ്ങിയാണ്. അത് മുളച്ച് വളർന്ന് നമ്മുടെ തലയേക്കാൾ പൊക്കത്തിൽ വന്നിട്ട് വലിയ കൂർത്ത മുള്ളുകളായി കരുപ്പിടിച്ച് കരുത്തായി അങ്ങനെ ബലപ്പെട്ട് നിൽക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാട്ടിലോ പഴയ വഴിയോരത്തോ, ഇന്ന് പഴയ പോലത്തെ വഴികളല്ലല്ലോ, എത്രയോ പ്രാവശ്യം കാലയിൽ മുള്ളു കൊണ്ടിട്ടുണ്ട് ചെരുപ്പില്ലാത്ത കാലത്ത്. അതുകൊണ്ട് കാരണം അന്നത്തെ വഴികൾ ഇടുക്കമുള്ളതാണ്. ഘാതങ്ങൾ നടക്കണം. ഇരുപുറവും കാടും മുള്ളുമായി പേടിച്ച് നടന്ന എത്രയോ ഇടവഴികൾ എൻ്റെയും നിങ്ങളിപ്പരുടെയും ചെറുപ്രായത്തിലെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ വഴിയെ പോകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ചിലപ്പോൾ ആണ്ടുകളായി മുളച്ച് നിൽക്കുന്ന കട്ടക്കാരമുള്ളുകൾ കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു ദിവസം കൊണ്ട് ആ മുള്ള അവിടെ വന്നതല്ല, പതുക്കെ പതുക്കെ മുളച്ച് കയറിയതാണ്. പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് മുള്ളു മുളയ്ക്കാൻ തുടങ്ങിയാൽ ചെറിയതായി കാണരുത്, തമാശയായിട്ടെടുക്കരുത്, നാളെ പൊയ്ക്കൊള്ളുമെന്ന് വിചാരിക്കരുത്. മുളയിലേ നുള്ളുക എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മുള്ളു മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ, ഞാനീ പറയുന്നതിൻ്റെ ആത്മീക ഭാഷ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ആരെങ്കിലും കൊണ്ടുവന്നൊരു വിത്തിട്ട് മുളപ്പിക്കുന്ന പോലെ ഞാൻ പറയുകയല്ല. റോസിൻ്റെയോ മറ്റേതെങ്കിലും ചെടിയിൽ മുള്ളുണ്ട്, അതുപോലെയല്ല ഞാൻ പറയുന്നത്. വീട്ടിലെ കൊച്ചു പ്രശ്നങ്ങൾ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ 12ാം ക്ലാസ് വരെ നല്ല അലരിവൃക്ഷം പോലെ വളരേണ്ട, നല്ല പുഷ്പം പോലെ വിടരേണ്ട നമ്മുടെ പൊന്നോമന മക്കൾ നമ്മളെ വിട്ട് ദൂരത്തേക്ക് പോയി കഴിയുമ്പോൾ, കോളേജിലേക്കോ അതിനപ്പുറത്തേക്കോ മാറിക്കഴിയുമ്പോൾ, ലോകം കാണാൻ തുടങ്ങുമ്പോൾ അവൻ പതുക്കെ മുള്ളായി മാറാൻ തുടങ്ങും. പിന്നെ അമ്മയ്ക്ക് നെഞ്ചിനകത്ത് കുത്തിക്കൊള്ളുന്ന വേദന, അപ്പന് ഹൃദയത്തിൽ തറച്ച ആണി പോലത്തെ മുള്ള്. എത്രയോ വീട്ടിൽ മക്കൾ മുള്ളായി മാറി കരഞ്ഞ് കരഞ്ഞ് വേദനപ്പെട്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്. നിങ്ങളാരും, നമ്മളോ നമ്മുടെ പിള്ളേരോ വീട്ടിൽ മുള്ളാകരുത്. എത്രയോ വീട്ടിൽ ഗ്രഹനാഥൻ മുള്ളായി മാറി. നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ഈ മൊബൈലൊക്കെ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി പരാതികളും കംപ്ലൈൻറ്റുകളും കണ്ണീരും ഒക്കെ നമ്മളിൽ പലരും കേൾക്കുന്നു. എന്താ കാര്യം? ഭാര്യയ്ക്ക് മുള്ളായി മാറി, അമ്മയ്ക്ക് മുള്ളായി മാറി. മുതിർന്നിട്ടും മക്കൾ ജനിച്ചിട്ടും ഏത് സമയത്തും വീട്ടിലെ മുള്ളായി മാറാൻ കേട്ടോ. വിവാഹം ചെയ്തു വന്ന മകള്, ചിലപ്പോൾ കുഞ്ഞിനെ വിവാഹം കഴിച്ച മനുഷ്യൻ, ഭർതൃഗൃഹത്തിൽ മുൾപടർപ്പ് പോലെ എല്ലാവരും നിനക്ക് മുള്ളായി മാറി.
കരുതേണ്ടവരെല്ലാം തണൽ മരം പോലെ ആകേണ്ടവർ മുള്ളായി മാറി. പ്രിയരെ, ഭവനത്തിൽ മുളയ്ക്കുന്ന മുള്ളും പറക്കാരിയും എന്നൊരു വാക്ക് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇന്നലെ വൈകിട്ടാണ് ഞാൻ ആ വാക്യം ശ്രദ്ധിച്ചത്. ഇന്ന് രാവിലെ ഇത് തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയക്കാമെന്ന് വിചാരിച്ചു. ഒരു വീട്ടിലും ആരും ആർക്കും മുള്ളാകരുതേ, ശാപമാകരുതേ, മുള്ളു മുളയ്ക്കുന്ന വീടാകരുത്. എന്താണ് പരിഹാരം എന്നുകൂടി താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അന്ന് ഈ മരുഭൂമിയൊക്കെ ഉദ്യാനമായി മാറുമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ മുളയ്ക്കുന്ന ശാപത്തിൻ്റെ മുള്ളുകൾ, കടഭാരം, രോഗം, ഇതൊക്കെ ഒരു മുള്ളാകാം. നമ്മുടെ വീട്ടിൽ മുള്ളല്ല മുളയ്ക്കുന്നത്. പല വീടുകളും ചെല്ലുമ്പോൾ ഇൻറ്റീരിയലായി മനോഹരമായിരിക്കുന്ന വിദേശത്തുനിന്ന് കൊണ്ടുവന്ന നല്ല ചെടികൾ കരുതലോടെ നട്ട് വളർത്തി, ചിലത് പൂവുണ്ടായി, ചിലത് നിറച്ച് ഇലയുണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിറച്ച് മുള്ളാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കി, അതിനെ തിരിക്കാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. അപ്പോൾ മുള്ള് വീട്ടിൽ മുളയ്ക്കാതിരിപ്പാൻ ഉയരത്തിലെ ആത്മാവ് വീട്ടിൽ ഇറങ്ങണം. നമ്മുടെ മേൽ, വീട്ടിൽ വസിക്കുന്നവരുടെ മേൽ മുള്ളു മുളപ്പിക്കരുത്. ശാപത്തിന് നിഴലാകരുത്. കുത്തിക്കയറുന്ന വേദന വരുന്ന വാക്കുകൾ കൊണ്ടും ചെയ്ത്തു ദോഷം കൊണ്ടും ഒരു കുടുംബത്തിൽ നിഷ്കളങ്കതയോടെ പെരുമാറണമെന്നാണ് ബൈബിളിൽ പറയുന്നത്. കുറുക്കു വഴികളും കള്ള പ്രവൃത്തികളും എല്ലാമായി അനുഗ്രഹിക്കപ്പെട്ട സന്തോഷ ഭവനങ്ങളെ, ഉല്ലാസ നഗരത്തിലാണ് വീടെങ്കിലും സന്തോഷ ഭവനമാണെങ്കിലും അതിനകത്ത് മുള്ളാണ് മുളയ്ക്കുന്നതെങ്കിൽ എന്തു ഗുണം? വിറ്റുപിറക്കി ഓടേണ്ടി വരും. അത് സംഭവിക്കാതിരിപ്പാൻ പരിശുദ്ധാത്മ സാന്നിധ്യം വീട്ടിലിറങ്ങാൻ പ്രാർത്ഥനയും ഏകാഗ്രതയും ആത്മീയരുമായിട്ടുള്ള സമ്പർക്കവും ഇടയ്ക്കിടയ്ക്ക് അവരവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് മുള്ളു മുളയ്ക്കാതിരിക്കാൻ നല്ലതാകട്ടോ. മുളയ്ക്കാൻ തുടങ്ങിയാൽ വളരാൻ അനുവദിക്കരുത്. അതിനു മുമ്പേ ആത്മസാന്നിധ്യം കൊണ്ട് അതില്ലാതാക്കണം. മുളച്ചു വരുന്നതിനെ നശിപ്പിക്കണം. നമ്മുടെ വീടുകളിലൊന്നും മുള്ളു മുളയ്ക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ചത്തെ സകല ശുശ്രൂഷകളും മുള്ളിനെതിരെയായിരിക്കട്ടെ, ആളുകൾക്ക് രൂപാന്തരം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്യങ്ങൾക്കൊക്കെയായി സ്തോത്രനാഥ. ഉല്ലാസിത നഗരത്തിലെ സന്തോഷ ഭവനങ്ങളിൽ മുള്ളു മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. അദ്ദേഹം അത് കണ്ടിട്ടാണ് പറഞ്ഞത്. സമ്പന്ന കുടുംബം, വലിയ പട്ടണത്തിൽ പേരും പ്രസക്തിയുമുള്ള മനോഹരമായിരിക്കുന്നത്, പാരമ്പര്യം കൊണ്ട് കൊടികുത്തി നിൽക്കുന്നത്. പക്ഷേ അകത്ത് മുള്ളാണ് മുളയ്ക്കുന്നതെങ്കിൽ ജീവിതം പോകുമല്ലോ അപ്പാ. ഇത് കേൾക്കുന്ന ഒരു കുടുംബത്തിലും മുള്ളു മുളയ്ക്കരുതേ, ഒരു വീട്ടിലും പറക്കാര പടരരുതേ. അതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഫലകരമായിരിക്കുന്ന വൃക്ഷങ്ങളായി മാറട്ടെ, മനോഹര പുഷ്പങ്ങൾ വിരിയുന്ന നല്ല ചെടികളായി മാറട്ടെ. ഒരാൾ പോലും മുൾച്ചെടിയാകല്ലേ, മുള്ളാകല്ലേ. ദൈവം അത് അനുവദിക്കരുത്. കർത്താവിൻ്റെ കയ്യിലേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇറങ്ങി മുള്ളു മുഴുവൻ കത്തിച്ച് കളഞ്ഞ് ഞങ്ങളെ ധന്യരാക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.